എങ്ങനെയുണ്ട് ഫിറോസ്ക? പൊളിയല്ലേ? അതായത് മുതലാളിക്ക് കിടന്നു പോകാനുള്ള ഫെസിലിറ്റി ഈ കാറ് കൊടുക്കുന്നു ചുരുക്കം. വാവ്, ഇത് സ്ക്രീനാണ് ആക്ച്വലി. ഇത് ഫുള്ളി ഇങ്ങോട്ട് താഴ്ന്നു വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാം. അതൊരു അല്ലേ ഒരു അത് ഇതുപോലെ തോന്നിയോ? ഇതിനകത്ത് ബട്ടൺ കൊടുത്തേക്കണെന്തിനാ? നോക്ക്, വലിച്ചെടുത്ത് നോക്കട്ടെ. 2024 ഹവൈ എന്ന് പറയുന്ന കമ്പനി, അതായത് നമ്മുടെ ഹുവാവേ എന്ന് പറയുന്ന കമ്പനി അവരുടെ 8 M7 ഫേസ് ലിഫ്റ്റ് അനൗൺസ് ചെയ്യുന്ന ചടങ്ങിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ലൈനപ്പ് ആയിരുന്നു ഹുവാവേയുടെ സ്റ്റെലാട്ടോ S9 എന്ന് പറയുന്ന മോഡൽ. ഒരു ചൈനീസ് ബ്രാൻഡഡ് വാഹനമാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചൈനീസ് മാർക്കറ്റിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് GCCയിലെ എല്ലാ കൺട്രീസിലും എത്തിക്കാൻ പറ്റില്ല, ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് സഹീർ ഭായിനെ ബന്ധപ്പെടാം. അത് നല്ല ബഡ്ജറ്റീവായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർ അവിടെ വിദേശ വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്ന് കുറച്ചും കൂടി നല്ല പ്രൈസിൽ കിട്ടും. ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ പ്രൈസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ GCC കൺട്രീസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹീർ ഭായിനെ ബന്ധപ്പെടാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആക്കാം, അവിടെ സെല്ല് ചെയ്യാല്ലേ വണ്ടികൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ട് നോക്കാം. അപ്പോൾ ഇതാണ് സ്റ്റെലാട്ടോ S9 എന്ന് പറയുന്ന മോഡൽ. അതിന് മുമ്പ് ഒരു കാര്യം കൂടി കാണിക്കാം. ഞാനിപ്പോൾ ഉള്ളത് ഹുവാവേയുടെ ഷോറൂമിനകത്താണ്. അതായത് ഹുവായ്, നമ്മൾ ഹുവായ് എന്ന് പറയും, ഇവിടെ ശരിക്കും ഹവൈ എന്നാണ് ഇവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഷോറൂമിനകത്താണ്. അവിടെ തന്നെയാണ് കാറുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് S9 കാണാം. S9 തന്നെ വേറൊരു കളറിന് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു SUV അടക്കുന്നുണ്ട്. അതാണ് R7 എന്ന് പറയുന്ന മോഡൽ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്ന S9 കുറിച്ചാണ്. S9 ഒരു സെഡാനാണ്, ഫുള്ളി ഇലക്ട്രിക് ആണ്. 2 ബാറ്ററി പാക്കിനകത്ത് അവൈലബിൾ ആണ്. 621 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഒരു മോഡലുണ്ട്, അത് സിംഗിൾ മോട്ടോറാണ്. 821 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന മറ്റൊരു മോഡലുണ്ട്, അത് ഡബിൾ മോട്ടോർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. 110 kWh ബാറ്ററിയാണ് ഏറ്റവും ടോപ്പിലേക്ക് വരുന്നത്. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ നമ്മുടെ BYD ടച്ച് നമുക്ക് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഏറെക്കുറെ സെയിം ഫേസ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം, ഇതളുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. 3 ചേമ്പേഴ്സ്, അതിനകത്ത് ഹുവാവേ X പിക്സൽ എന്ന് പറയുന്ന ബാഡ്ജിങ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ഇതൊരു എയർ കർട്ടൺ ഫംഗ്ഷനിങ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ഡാം യൂണിറ്റ്, അതിനകത്തൊരു ക്രോം എലമെൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സ്റ്റെലാട്ടോ എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് കാണാം. അതുപോലെ ഇവിടെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള DRL യൂണിറ്റും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഫ്രണ്ട് കുറച്ചും കൂടി ഭയങ്കര സിമ്പിളാണ്, മിനിമലിസ്റ്റിക് ആണ് എന്ന് പറയാം. ലൈഡാർ യൂണിറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ADS3 എന്ന് പറയുന്ന, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവ് സിസ്റ്റം 3 എന്ന് പറയുന്ന ADS3 ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്യാമറ യൂണിറ്റും അതുപോലെ തന്നെ ലൈഡാർ സിസ്റ്റവും നമുക്ക് അവിടെ കാണാം. വൈപ്പർ യൂണിറ്റ്, വിൻഷീൽഡ് വാഷർ എവിടെയാണ്? ഈ ഒന്ന് വൈപ്പറിനകത്ത് തന്നെ ഇൻബിൽട്ട് ചെയ്ത് കൊടുത്തേക്കാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, വീലുകൾ നല്ല രസമുള്ള വീലാണ്. ശരിക്കും മെയ്ബാക്കിനിട്ട് എവിടെയൊക്കെ എനിക്ക് കണക്റ്റായി, പക്ഷേ സ്റ്റെലാറ്റോൻ്റെ വീലാണ്. മെയ്ബാക്കിനകത്ത് ലേറ്റസ്റ്റ് വന്ന എഡിഷനിനകത്ത് ഇങ്ങനത്തെ ഒരു വീല് വന്നിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. അതുപോലെ ഇവിടെ നമുക്കൊരു പാർക്കിംഗ് സെൻസറുകൾ കാണാം. ക്യാമറ യൂണിറ്റ് കാണാം. എത്ര ക്യാമറയാണ്? 1 2 3 4 ക്യാമറ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ADS3ൻ്റെ ഭാഗമായിട്ട് കൊടുത്തേക്കാണ്. അത് ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഒറ്റ സൈഡിൽ തന്നെ 5 ക്യാമറ യൂണിറ്റ്. സൈഡ് വ്യൂ മിറർ വിത്ത് ഇൻഡിക്കേറ്റർ. 3050 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ല വീൽ ബേസ് ഉള്ളൊരു മോഡലാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്രോം സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്, ലവ്ലി. അതുപോലെ തന്നെ ടിൻറ്റഡ് ആണ്, ഫാക്ടറി ടിൻഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗം നോക്കിയാൽ ഭയങ്കര പ്ലെയിൻ ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ? ആ ഒരു കൂപ്പേഷ് ലുക്കിൻ്റെ ഭംഗി നല്ല രീതിയിൽ കാണാം. അതുപോലെ തന്നെ റൂഫ് ഗ്ലാസ് ആണ്, അതും ടിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. ചാർജിങ് പോർട്ട് 1 ടച്ച് ഓപ്പൺ ആവും. അത് അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുകയും ചെയ്യും. ഇതാണ് ബാക്ക് പ്രൊഫൈൽ. കുറച്ചും കൂടി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാക്ക് പ്രൊഫൈൽ കാണാം. വാവ്, 2 ക്യാമറ യൂണിറ്റ് കാണാം. സ്റ്റെലാറ്റോ എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ടെയിൽ ലാമ്പ് യൂണിറ്റ് നമ്മൾ ഇവിടേക്ക് കണ്ട് ശീലിച്ച ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. S9 എന്ന് പറയുന്നൊരു ബാഡ്ജിങ്. വാവ്, ഇവിടെയും നമുക്ക് ക്യാമറ ഉണ്ട്. ബാക്കിൽ 3 ക്യാമറ. അപ്പോൾ സൈഡിൽ 5 ക്യാമറ, ബാക്കിൽ 3 ക്യാമറ. വാവ്. എക്സോസിൻ്റെ അവിടെ നിന്നും ഡിസൈൻസ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല, പ്ലെയിൻ ആണ്. ബിക്കോസ് ഇലക്ട്രിക് വണ്ടിയാണ്. പാർക്കിംഗ് സെൻസറുകൾ കാണാം. അതുപോലെ കൂപ്പേഷ് ബാക്ക് ഭാഗം കാണാം. ഒരു ക്യാമറ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡിഫോക്കർ ലൈൻസ് ഉണ്ട് കേട്ടോ. യെസ്, വൈപ്പർ മിസ്സിംഗ് ആണ്. ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാം. യെസ്, 1 ടച്ച് ഓപ്പണിംഗ് ആണ്. ഭയങ്കര സ്പേഷ്യസ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ബട്ട് അത്യാവശ്യം സാധനങ്ങൾ കൊള്ളാനൊരു 10 ബാഗ് ഇതിനകത്ത് കൊള്ളും. അപ്പോൾ അത്യാവശ്യം ആയില്ലേ? അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പുള്ളി നല്ല മെറ്റീരിയൽസ് ആണ്. ഈ ഒരു ഹാൻഡിലൊക്കെ നോക്കിയാൽ വാവ്, താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. നൈസ്, നല്ല മെറ്റീരിയൽസ് ആട്ടോ ഇതിനൊക്കെ കൊടുത്തേണ്. അതുപോലെ ഈ ബട്ടൺ ഇതിൻ്റെ കൂപ്പ തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ്. ഇനി നമ്മൾ അകത്തേക്ക് പോവാണ്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് പോകും. കോഫി ബ്രൗൺ കളർ ഇൻറ്റീരിയർ ആണ്. ഡോർ സൈഡിലേക്ക് വരാം.
ലെതർ റാപ്പിഡ് ആട്ടോ കംപ്ലീറ്റ് എല്ലാം ലെതർ റാപ്പിഡാണ്. പ്ലാസ്റ്റിക് എലമെന്റുകൾ കുറവാണ്. യെസ്, ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഈ സീറ്റിന്റെ ഈ ഒരു ഭാഗം ഇത് പ്ലാസ്റ്റിക് ആണ്. അതിനൊരു കണ്ടിന്യൂഷൻ ഇങ്ങോട്ട് കൂടി കയറി നിൽക്കുന്ന ഈ ഒരു ഭാഗം പ്ലാസ്റ്റിക് ആണ്. വുഡൻ ട്രിം, അതിനകത്ത് നമുക്ക് ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ഒരു കട്ടിങ് കാണാം. കളർ ചേഞ്ചബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ ഇത് പ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ ലെതറാണ്. ഹുവായ് സൗണ്ട്സിൻ്റെ തന്നെ അവരുടെ മ്യൂസിക് സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത്. പവർ വിൻഡോ കൺട്രോൾസ് നോക്കൂ, ടോഗിൾ സ്വിച്ച് പോലെ. ലോക്ക്, അതുപോലെ തന്നെ ഡോർ ലോക്ക് ആൻഡ് ലോക്ക് ബട്ടണാണ്. ഇലക്ട്രോണിക്, സ്വാഭാവികമായിട്ടും മാനുവൽ കൊടുക്കും. യെസ്, ഇവിടെ നമുക്ക് മാനുവൽ കാണാം. ഇലക്ട്രിക് ബട്ടൺസിന് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം നമുക്കിവിടെ കാണാം. സില്ല്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. കാണുന്ന സമയത്ത് തന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. വെന്റിലേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്ന മെറ്റീരിയൽ നമ്മൾ ബൂട്ടിൽ കണ്ടേക്കുന്നത് അതേപോലെ തന്നെയാണ്. കുറച്ചുകൂടി പ്രീമിയം ലെതറൈറ്റ്. ഡാഷ്ബോർഡ് ഭയങ്കര മിനിമലിസ്റ്റിക് ആണ്, സിമ്പിളാണ്. ബട്ട് ദർ ഈസ് സം ഹൈലൈറ്റ്സ്. ഇതാണ് ലൈഡാർ അല്ലേ? ലൈഡാറിന് വാഷിംഗ് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. അത് നമ്മൾ ലോട്ടസിൽ വാഷിംഗ് യൂണിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രെയിംലെസ് ഡോർസ് ആണ് കേട്ടോ. നോക്കിയാ, വാവ്, സൂപ്പർ. ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. സ്റ്റാൻഡ് ഫ്രീ ആണ്. കണ്ടാ, ഇത്രയും ഭാഗം പ്ലെയിൻ ആയിട്ട് കിടക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഇത് കണ്ടാ, അത് നല്ല രസമുണ്ട്. ഇവിടെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അസാറിട്ട് കഴിഞ്ഞാൽ ഇല്ല, അത് ബ്ലിങ്ക് ചെയ്യുന്നില്ല. ഇത് കളർ ചേഞ്ചിങ് ആംബിയൻ ലൈറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഗുഡ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. അതിനകത്ത് ധാരാളം ഫെസിലിറ്റീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ചൈനീസ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കല്ല, ടച്ച് അല്ല. എന്തായാലും ഹുവായ് സൗണ്ടിൻ്റെ ഒരു കാര്യം കാണാം. സൗണ്ട്സ്, ഹുവായ് ഡ്രൈവ് 1. 2 വയർലെസ് ചാർജിങ് പോർട്ടുകളാണ്. സൂപ്പർ ചാർജ്, രണ്ടും ചാർജ് ചെയ്യാം. അതുകൊണ്ട് തന്നെ രണ്ടിനും ഇവിടെ ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഫോൺ ഹീറ്റ് ആവാതിരിക്കാൻ. ഒരു സ്റ്റോറേജ് സ്പേസ്. ഇതിനകത്ത് ബട്ടൺ കൊടുത്തേക്കണം. എന്തിനാ? നോക്ക്, വലിച്ചെടുത്ത് നോക്കട്ടെ. ഓ, എയർ പ്യൂരിഫയർ, സൂപ്പർ. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. നൈസ്. അതുപോലെ അടുത്തത്, യെസ്, ഇതൊക്കെ തന്നെ എയർ പ്യൂരിഫയർ. ഇപ്പോൾ ഈ സാധനമൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടില്ല, അത് ഹുവായിനകത്ത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നാട്ടിൽ എയർ പ്യൂരിഫയിങ് സിസ്റ്റം വേണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഇൻവോൾവ് 1 ട്രൈ ചെയ്ത് നോക്കാം. പല വേരിയൻറ്റുകൾ അവർ പുറത്തിറക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഒരു 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ബോട്ടിലും, ഇനി പ്രീമിയം വേണം എന്നുള്ള ആളുകൾക്ക് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീമിയം ബോട്ടിലും കിട്ടും. അതിന് ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന നല്ല പ്രൊഡക്റ്റാണ്. ഇത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആമസോൺ ബെസ്റ്റ് സെല്ലർ കൂടിയാട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കാം. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാറിനകത്ത് തന്നെ നമുക്ക് റിമൂവബിൾ ആയിട്ട് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. നോക്കൂ, വാവ്, സൂപ്പർ, എനിക്കിഷ്ടമായി. അവനെ ഇത് ക്ലോസ് ചെയ്യാം മൊത്തത്തിൽ. അതേപോലെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പോകുമെന്നറിയില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു മാനുവൽ ഇത് പുഷ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ്. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൈനീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം വായിക്കാൻ മനസ്സിലാവണില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ടെമ്പറേച്ചർ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. വിൻഡോ കൺട്രോൾ കൈകൊണ്ട് പൊക്കാൻ പറ്റുമോ നോക്കിയാൽ ഇല്ല. പക്ഷെ ഇവിടെ യെസ്, ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ, പൊക്കണോ താഴ്ത്തണോ എന്നൊക്കെ ഉള്ളത്. ഇതിപ്പോൾ ഞാൻ ചിത്രം കണ്ട് മനസ്സിലാക്കിയതാണ്. റിയാലിറ്റിയിൽ എനിക്ക് മനസ്സിലാവില്ല, മീൻസ് വായിക്കാൻ മനസ്സിലാവണില്ല. ആംബിയൻ ലൈറ്റിൻ്റെ കൺട്രോൾസ് നമുക്ക് തീമിന് ചേഞ്ച് ചെയ്യാം. ഫയർ ആയിപ്പോൾ നോക്കിയാൽ റെഡ്, വൈറ്റ്, ഇതൊക്കെ ചിത്രം കണ്ട് മനസ്സിലാക്കണം. ഇതെന്താണ്? ബാറ്ററി പെർസെൻറ്റേജ് ഇനി 28% ബാറ്ററി എവിടെ പ്ലേസ് ചെയ്തേക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഡ്രൈവ് മോഡുകളാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്കോ, സ്റ്റാൻഡേർഡ്, നോർമൽ, അല്ലെങ്കിൽ ഇത് സ്പോർട്ട് പ്ലസ്. ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ. ഇത് ലൈൻ കീപ്പ് അസിസ്റ്റൻറ്റിൻ്റെ ഭാഗം. റഡാർ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ ചിത്രം കണ്ട് മനസ്സിലാക്കിയാണ്. ഇനി ഒരുപാട് ബട്ടൺസ് നെക്കി കഴിഞ്ഞാൽ ഇനി വേറെ കാര്യത്തിന് എവിടെയും നിങ്ങൾക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീലെസ് എൻട്രി പോലെ സിസ്റ്റത്തിൽ വന്നിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാൻഡ് ബൈ ആവണം, റെഡി ആവണ പോലെയാണ് ഇതിൽ. അതുകൊണ്ട് എഞ്ചിൻ സ്റ്റോപ്പ് ബട്ടൺ ഇല്ല. പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നോക്കിയാൽ ഡി ഷേപ്പ്ഡ് ആണ്, ബട്ട് റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പ്ഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇതിനകത്ത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾസ്, എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മൾട്ടി ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും. വോളിയം കൂടുന്നതൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഒക്കെ ഒരു സെൻട്രൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ബേസ്ഡ് ആണ്. അങ്ങനെ സ്റ്റിയറിംഗ് വീലൊക്കെ ഫുള്ളി ലെതർ റാപ്പഡ് ആണ്. ഈ ഭാഗം പ്ലാസ്റ്റിക് ആണ്. ഹോൺ അടിച്ച് കേൾപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല, കാരണം നമ്മളിപ്പോൾ ഷോറൂമിനകത്താണുള്ളത്. പിന്നെ
ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം ADS 3ൻ്റെ ഭാഗമായിട്ട്. അവിടെ നമുക്ക് രതീഷ് ചേട്ടനെയും കൂടി കാണാട്ടോ, ഞങ്ങൾ ഒരുമിച്ച് വന്നാണ്. അതുകൊണ്ട് ഫിറോസ്ക ഹായ്, ഫിറോസ്ക വണ്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കണക്ഷൻ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഡാഷ്ബോർഡിനകത്ത് കൊടുത്തേക്കണ ആ ഒരു തീം ഇല്ലേ, വാവ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അതിങ്ങോട്ട് ഇതിലേക്കും കൂടി കയറി നിൽക്കണു. അതൊക്കെ ഒരു 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 പ്രീമിയം അപ്പീൽ ശരിക്കും നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നോക്കിയാൽ റിയർ വ്യൂ ക്യാമറ ഇതിനകത്ത് വരുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓഫ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സൺഗ്ലാസ് ഹോൾഡർ, ലാമ്പ് ടച്ചാണ് സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ സൺറൂഫ് കാണാം, അത് പാനറബിക്കാണ്, ഡബിളായിട്ട് കൊടുത്തേക്കിനാണ്. ഇത് ക്ലോസ് ചെയ്യാം, ഗ്ലാസ് റൂഫാണ്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്തേക്ക് കാണൂല, ഇനി അത് ചോദിക്കേണ്ട. ഇനി റിയർ സീറ്റ് നോക്കിയാൽ വാവ്, അത് ഹുവാവിന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ശരിക്കും വാവ് എന്ന് പറഞ്ഞത്. അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇനി താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാർജിങ് പോർട്ട്, ഞാൻ മിസ് ചെയ്തതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാർജിങ് പോർട്ട്. അതുപോലെ ഫോൺ വെക്കാനുള്ള ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തുണ്ടോ? യെസ്, ഇപ്പുറത്തുണ്ട്. ഇപ്പുറത്ത് C ടൈപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ടൈപ്പ് ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. നൈസ് നൈസ്, നല്ല സീറ്റാണ്. തൈ സപ്പോർട്ടും കാര്യങ്ങളും അടിപൊളിയാണ്. ഇരിക്കാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഷെയ്ഡ്. അതിനകത്ത് മിറർ, മിറർ നോക്കിയാൽ മിററിൻ്റെ വലുപ്പം വലിയ മിറർ. ഇനി ബ്രൈറ്റ്നസ് ഒക്കെ ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഉണ്ടാ, യെസ്, അത് ഹീറ്റ് ചെയ്യാൻ പറ്റും മിറർ. നെക്സ്റ്റ് ലെവൽ അല്ലേ. ഇനി നമ്മൾ സെക്കൻഡ് റോയിലേക്ക് പോവാം. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ സ്പേസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ആംബിയൻ ലൈറ്റ് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ് കൊടുത്തേക്കണേ. റിക്ലൈൻ ആവണുണ്ടോ? റിയർ സീറ്റ് റിക്ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ളതാണ്. നൈസ്. അപ്പോൾ അത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോള് അതൊക്കെ സെയിം തന്നെയാണ്. കയറിയിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഒരു കണ്ടിന്യൂഷൻ നോക്കൂ. ഇതാണ്ടാ, ആ ഹാൻഡ് റെസ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ ഒരു പാർട്ട് കൊടുത്തേക്കണേ ഇങ്ങോട്ട്. അതൊരു ഒരു ഒരു പ്രീമിയം അപ്പീൽ തരുന്നുണ്ട്. അതുകൊണ്ട് വലിയ പർപ്പസ് ഒന്നുമില്ല ആക്ച്വലി. സീറ്റ് ബെൽറ്റ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ പോലെ തോന്നി. നോക്കിയാൽ സീറ്റ് ബെൽറ്റ് കൊടുത്തതിൽ ഒരു പ്രൊഫഷണലിസം മിസ് ചെയ്തു എനിക്ക്. അത് വേറെ എന്തെങ്കിലും ഒരു വഴിയിലൂടെ ചെയ്യാമായിരുന്നു. ഇതിന് താഴേക്ക് പോവില്ല. അതൊരു അല്ലേ, അത് ഇതുപോലെ തോന്നിയോ? റിമൂവബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒച്ച ഉണ്ടാവാൻ സാധ്യത കുറവാണ്, കാരണം ഇത് ലെതറാണ് വരുന്നത്. ഇത് കുറച്ചും കൂടി പ്രൊഫഷണലി ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് അത് ഇത്രയും പ്രീമിയം ആയിട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചപ്പം എനിക്ക് കണ്ടപ്പോൾ ഒരു അസ്വസ്ഥത. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ ഫയൽ പോക്കറ്റ്, ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ, AC-യുടെ കൺട്രോൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഇൻഫോ റിലേറ്റഡ് കൺട്രോൾസ് ഒക്കെ ചെയ്യാനുള്ളൊരു ഭാഗം ഇവിടെ കാണാം. ഇവിടെ ഫിറോസഖാനെ കാണാം. ഇത് ഈ വണ്ടിൻ്റെ കൂടെ കിട്ടൂല, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. ശരിക്കും വില എത്ര ആയിരിക്കും അറിയോ? 30-35-36 ലക്ഷം റുപ്യ. ആ ഒരു പ്രൈസ് ഇതിന് വരുള്ളൂ ഗൈസ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. ഇത് ശരിക്കും ഫോൾഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അതായത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. ഇതിപ്പോൾ ടെമ്പറേച്ചർ ആയിപ്പോയി. ഇതിൽ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതൊക്കെ ചൈനീസാണ്. ഓക്കെ, നമുക്ക് ഫോൾഡ് ചെയ്യാം. നമുക്ക് എത്ര പെർസെൻറ്റേജ് വേണം എന്നുള്ളതിനനുസരിച്ചാണ് ഇത് ഫോൾഡിങ്. ഓരോരുത്തർ ഐ വിഷൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവർക്ക് മാക്സിമം ടെക്നോളജി ഇവരിതിനകത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ ഇവിടെ നമുക്കൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ബൂട്ടിലേക്കുള്ള ആക്സസ് അല്ല, ഇതിനകത്തൊരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ തണുപ്പിക്കാം. ഒരു വെള്ളം കുപ്പി അവർ സാമ്പിളിന് ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റിനകത്തും വെന്റിലേറ്റഡ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ കൺട്രോൾസ്, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യമില്ലെങ്കിൽ ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം, അതായത് കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മടക്കി വെക്കാം. ഫുള്ളി ബാക്കിലേക്ക് മടക്കി വെക്കാം. ആ സമയത്ത് വേണമെങ്കിൽ ഇവിടെ ഒരാൾക്ക് ചെറിയ രൂപത്തിൽ ഇരുത്താം എന്നുള്ളതാണ്. ഹെഡ് റെസ്റ്റുകൾ ഇവിടെ കാണാം. 2 ഹെഡ് റെസ്റ്റാണ്. മൂന്നാമത്തെ ഹെഡ് റെസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഇൻബിൽട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന പോലെയാണ്. അതുപോലെ തന്നെ ഹെഡ് റൂം, ധാരാളം ഹെഡ് റൂം ഉണ്ട്. എൻ്റെ തല മുട്ടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ലെഗ് റൂമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്രയും ലെഗ് റൂം ഉണ്ട്. വിരലിൻ്റെ കണക്കല്ല. കാലിതിനടിയിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നീർന്നിരിക്കാനൊക്കെ ആ ഒരു ഫെസിലിറ്റി സഹായിക്കും എന്നുള്ളതാണ്. ഇവിടെ ഇനി 4 ബട്ടൺസ് കാണാം. അതിൽ ഇത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷെയ്ഡ്സിൻ്റെയും കൺട്രോളാണ്. ഇവിടുത്തെ ഒരു ഷെയ്ഡും അതേപോലെ അപ്പുറത്തെ ഷെയ്ഡും നമുക്ക് കൺട്രോൾ ചെയ്യാം. മറ്റേ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഷെയ്ഡുകളും, അതായത് ബാക്കിലത്തെ 2 ഷെയ്ഡ്, ഇതും അതേപോലെ തന്നെ അതും നമുക്ക് ഒരുമിച്ച് കൺട്രോൾ ചെയ്യാം. അതുപോലെ ബാക്കിലത്തെ ഷെയ്ഡും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ സീറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള, അതായത് കോ പാസഞ്ചറിൻ്റെ സീറ്റിൻ്റെ ബാക്കിലിരിക്കുന്ന സീറ്റാണ് ബോസ് സീറ്റ്. ഈ സീറ്റിനെ ബോസ് സീറ്റ് എന്നാ പറയാ. അതായത് ബോസുമാരിയ്ക്കുന്നതാണ്. യെസ്, കറക്റ്റ്. അപ്പോൾ ഒരുപാട് അധികം ഫീച്ചറുകൾ ഈ സീറ്റിനുണ്ടായിരിക്കും. അത് നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ നമുക്ക് കാണാം.
അപ്പോൾ ഇവിടെ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് വരും, അത് ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. രണ്ടാമത്തത് അതിൻ്റെ ഈ ഒരു പില്ലറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടൺസ് കാണാം. അതിനകത്തൊരു സ്ലീപ്പ് ബട്ടൺ കണ്ട, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ ഇവളെന്തോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ ഈ സീറ്റ് ഫോൾഡായി മുന്നിലേക്ക് പോയി, ഫുള്ളി ഫോൾഡ് ഔട്ടോ, സാധാരണ പോലെയല്ല. അതായത് നമ്മൾ ഇതിനകത്തൊക്കെ കുറച്ചങ്ങോട്ട് കയറി നിൽക്കുള്ളൂ, ഇത് ഫുള്ളി ഫോൾഡ് ആവും. യെസ്, എന്നിട്ട് ഈ സീറ്റ് ആക്ട് ചെയ്യാൻ തുടങ്ങും അടുത്ത്. എന്നിട്ട് ഇത് പൊക്കിയിട്ട് ആ ഇതിന്മേക്ക് കാല് കയറ്റി വെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത് മാറും. എങ്ങനെയുണ്ട് ഫിറോസ്ക? പൊളിയല്ലേ? അതായത് മുതലാളിക്ക് കിടന്നു പോകാനുള്ള ഫെസിലിറ്റി ഈ കാറ് കൊടുക്കുന്നു ചുരുക്കം. ശരിക്കും ഒരു ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് പോലെ സീറ്റ് കൺവേർട്ട് ആയി മാറും. എങ്ങനെയുണ്ട്? അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ നോർമലി ആവും. ഈ പൈസക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ വണ്ടിന്റെ മറ്റൊരു വലിയ പ്രത്യേകത. അത് ആ സീറ്റ് ഫോൾഡ് ആയി കഴിഞ്ഞാൽ ഈ സീറ്റ് നോർമലി വന്ന് നിൽക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പം കാണുന്ന എല്ലാ അൾട്രാ ലക്ഷറിയസ് ഫീച്ചറും ഈ വാഹനത്തിനകത്തുണ്ട്. വേണ്ടി വരും, 2 കൂടി എന്തായാലും വേണ്ടി വരും. ഇനി ഒരു ഹൈലൈറ്റ് കാണിക്കാം. ഇവിടെ ഒരു കൺട്രോൾ ഉണ്ടാവും. ഈ കൺട്രോൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രൊജക്ടർ സെറ്റപ്പ് ഉണ്ട്, അത് ആക്ടിവേറ്റ് ആയിട്ട് വരും. നോക്കൂ, വാവ്, ഇത് സ്ക്രീനാണ് ആക്ച്വലി. ഇത് ഫുള്ളി ഇങ്ങോട്ട് താഴ്ന്നു വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇത് എവിടെ പ്ലേ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സെറ്റപ്പ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടറും അതിൻ്റെ മ്യൂസിക് സിസ്റ്റവും ഒരു രക്ഷയില്ലല്ലേ, നെക്സ്റ്റ് ലെവൽ. വേറെ ഒരു വണ്ടിയിലും നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫീച്ചർ കണ്ടിട്ടില്ല. ചില വണ്ടികൾ നമ്മൾ സ്ക്രീനുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് നെക്സ്റ്റ് ലെവൽ. ഇത് ഭയങ്കര ഹാർഡാണ് ആക്ച്വലി. ഇതിൻ്റെ ബാക്കിൽ നോക്കൂ, ഉണ്ടാ കമ്പിയൊക്കെ ഉണ്ട്. ഇത് വെറുതെ പാറി കളിക്കൊന്നുമില്ല, ഭയങ്കര സ്ട്രോങ് ആൻഡ് റിജിഡാണ്. ഇനി ഞാൻ ഹുഡും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. യെസ്, ആക്ച്വലി ഇതിനകത്ത് മോട്ടോർ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. വാഷർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന ഭാഗം ഇതാണ്, ഇതിനകത്ത് ഫില്ല് ചെയ്യാം. അതിനകത്ത് വീണ്ടും നമ്മൾ സാധാരണ പോലത്തെ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇനി ഒന്ന് എൻജിൻ ഫ്ലൂയിഡ് ആക്ടിവിറ്റി, ബാറ്ററി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിനുള്ള 2 സ്പേസ് സെപ്പറേറ്റ് കൊടുത്തേക്കാണ്. ബാക്കിയൊക്കെയും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് തുറക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ഫ്രണ്ട് സ്പേസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് തുറന്നത്. ആക്ച്വലി അത് ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റലേഷൻ കൊടുത്തിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ്, ബട്ട് അതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ഹൈഡ്രോളിക് സ്ട്രട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാവ്, സൂപ്പർ. ഒരു അഭിപ്രായം ചോദിക്കുന്ന സെക്ഷനാണ് രതീഷ് ചേട്ടൻ. രതീഷ് ചേട്ടൻ ഭയങ്കര ടെക്നോളജി റിവ്യൂവർ ആണ്. ഒരുപാട് കാലമായില്ലേ, 10 വർഷത്തോളം ഈ മേഖല. ഹുവാവേന്റെ കാർ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഹുവാവയുടെ കഴിവിന്റെ ഒരു 10% ഇതിൽ വരുള്ളൂ എന്ന് പറയാം. കാരണം ഇന്ന് മൊബൈലുകൾ പുറത്തിറക്കുമ്പോഴേ നമ്മുടെ സാംസങ് അല്ലെങ്കിൽ ആപ്പിളൊക്കെ പുറത്തിറക്കുന്ന ആ ഒരു ടെക്നോളജികളും ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള ഫോണുകളാണ് അവർ പുറത്തിറക്കുന്നത്. കണ്ടിട്ടുണ്ടോ? 3 ഫോൾഡ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി അതിൽ അവർ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ നമുക്കിവിടെ കയറുമ്പോൾ തന്നെ ഒരു മൊബൈലിൽ എത്രമാത്രം ഫീച്ചേഴ്സ് കുത്തിയിറക്കുന്നവർ അതുപോലെ തന്നെ ഈ ഒരു കാറിൽ അവർ കുത്തിയിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ നാട്ടില് ഈ ഒരു കാർ ഇറങ്ങുമ്പോഴേക്കില്ലേ ഇവരിവിടെ ഇറക്കാൻ പോകണം എങ്ങനെയായിരിക്കും അറിയാമോ? റീചാർജ് ചെയ്യേണ്ടതില്ലാത്ത കാറായിരിക്കും. കാരണം അല്ല, ഒരു ബാറ്ററി കണ്ടുപിടിച്ചിട്ടുണ്ട് 5 വർഷത്തോളൊക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഇറക്കും. ശരിക്കും ഒരു മൊബൈൽ ബ്രാൻഡ് ഇത്രയും ഡെവലപ്പ് ആവുന്നു ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ മൊബൈലുകാർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഒരു കാർ കമ്പനിയേക്കാൾ ഇനി ഫ്യൂച്ചർ എപ്പോഴും മൊബൈൽ കമ്പനികളൊക്കെ ആയിരിക്കും. കാരണം ടെക്നോളജി ഉണ്ട്. ബാക്കിയുള്ള മൊബൈൽ അവർ ബാറ്ററി ആണെങ്കിൽ അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് അവരാണ് റിസർച്ച് നടത്തുന്നത്, കാർ കമ്പനിയല്ല. അപ്പൊ അതുപോലെ എല്ലാത്തിലും അവർ കൂടുതൽ ഇത് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസിൽ, കുറഞ്ഞ പ്രൈസ് ഇനി നമ്മളിൽ നോക്കാത്ത ഫീച്ചേഴ്സ് പറയാനുണ്ട്. ചൈനീസ് ലാംഗ്വേജ് ആണ്. അതെ, താങ്ക് യു ചേട്ടൻ. ഞങ്ങൾ ഒരുമിച്ച് ചൈനയിലാണ്, വീഡിയോസ് ഇനിയും വരും. സോ ഇതാണ് സ്റ്റെലാറ്റോ S9 എന്ന് പറയുന്ന മോഡല്. ഇവരിതിനെ സ്റ്റെലാറ്റോ എന്നല്ല പ്രൊണൗൺസ് ചെയ്യുന്നത്. അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുമില്ല. 27,000 RMB ആണ് ഇതിൻ്റെ വില എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻറ്റു 12 സംതിങ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ആവും. അത്രയാണ് ഇതിന് പ്രൈസ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് സ്റ്റെലാറ്റോ S9. ഹുവാവയുടെ ലൈനപ്പിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള വാഹനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് ഇതേപോലെ ഓരോ രാജ്യത്ത് പോയിട്ട് വീഡിയോ ചെയ്യാനും പുതിയ ടെക്നോളജീസിനെ കുറിച്ച് പഠിക്കാനൊക്കെ എനിക്ക് പേഴ്സണലി പ്രചോദനമാവുന്നത്. അത് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.